ഹായ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നൊരു സൂപ്പർ സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം കേട്ടോ. അതായത് ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ സ്കിന്നിന് നല്ലൊരു അടിപൊളി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിന് ആദ്യം നമുക്ക് ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതും ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ള അലോവേര ജെൽ എടുക്കാം. അതായത് വീട്ടിലുള്ള അലോവേരേൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ജെല്ല് മിക്സിയിലിട്ടെടുത്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ജ്യൂസാണ്. ഞാൻ അടിക്കുന്നതും ഗ്രേറ്റ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല, ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസും ഈ അലോവേര ജെല്ലും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് മിക്സായി കിട്ടാനും കുറച്ച് ടൈം എടുക്കും. കൂടാതെ നമ്മളിപ്പോൾ 1 ടീസ്പൂണാണ് ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സാക്കി വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കണം. കാരണം നമുക്ക് ക്യാരറ്റ് ജ്യൂസ് കറക്റ്റ് കൂടുതൽ കിട്ടണമല്ലോ, എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഒന്ന് ക്രീമും ഒന്ന് ജ്യൂസും ആയതുകൊണ്ടാണ് അങ്ങനെ നന്നായി മിക്സാക്കി എടുക്കാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് സ്കിന്നിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ക്യാരറ്റിൽ ധാരാളം വിറ്റമിൻ സി ഉണ്ട്, കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കും. കൂടാതെ നമ്മൾ ടാൻ ആയിട്ടുണ്ടെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിലും ഒക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ സ്കിന്നിന്. കാരണം ക്യാരറ്റ് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിത് മിക്സ് ആയതിന് ശേഷം ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് 1-2 ക്യാപ്സ്യൂൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് അത്രയും റിസൾട്ട് തരുന്നതാണ്. ഇപ്പം അലോവേര ജെല്ലാണെങ്കിലും വിറ്റമിൻ ഇ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ സ്കിന്നിന് അത്രയും റിസൾട്ട് തരുന്നത് അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു ക്രീമായി മാറിയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല, കാരണം ക്യാരറ്റ് ജ്യൂസ് നമ്മൾ റോ ആണല്ലോ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് നമുക്ക് കണ്ടിന്യൂസ് യൂസും ചെയ്യാം, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഓരോ ദിവസം പോയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. ഇതിന് ശേഷം നമ്മളൊരു പാക്ക് ഉണ്ടാക്കുകയാണ്. അത് നമുക്ക് ആഴ്ചയിൽ 1 തവണ യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. കാരണം ലോ കോസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിനൊക്കെ വളരെ കുറച്ച് വിലയുള്ളൂ. അലോവേര ജെല്ല് വീട്ടിലുള്ളത് എടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് കടലപ്പൊടിയാണ്. ഈ കടലപ്പൊടി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഫേസ് പാക്കിലൊക്കെ. അപ്പോൾ ഈ ബേസൻ ഫ്ലോറും ഈ ക്യാരറ്റ് ജ്യൂസും കൂടി മിക്സ് ആകുമ്പോൾ അടിപൊളി റിസൾട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ ഈ ജ്യൂസിനകത്തേക്ക് നമ്മൾ ഈ ഒരു പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കാം. കാരണം വിറ്റമിൻ ഇയും ക്യാരറ്റിലുള്ള സിയും സ്കിന്നിന് വളരെ നല്ല ബെനിഫിറ്റ് തരുന്നതാണ്. നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് എടുക്കാൻ വേണ്ടിയിട്ട് ആകെ ക്യാരറ്റ് ജ്യൂസ് എടുക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം നമ്മൾ മിക്സിംഗ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം. കാരണം ഉണ്ടാക്കി വെച്ചാൽ 1 വീക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ള പാക്കുകളിലുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ രണ്ടിനും കൂടിയുള്ള ക്യാരറ്റ് ജ്യൂസ് ഫസ്റ്റ് തന്നെ എടുത്ത് വയ്ക്കുക. അതായത് ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് തന്നെ ധാരാളം മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ഉപയോഗിക്കാം. അപ്പോൾ പാക്ക് ഇടുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ട് വെച്ചാലും മതി. കാരണം ഇത് അത്ര തിക്കല്ല, ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ തിക്കായിട്ട് വേണമെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കുറച്ചാക്കിയിട്ട് ബേസൻ ഫ്ലവർ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ റണ്ണിയാലും കുഴപ്പമില്ല, പെട്ടെന്ന് അബ്സോർബ് ആവും. ഈ സ്കിന്നിലേക്ക് ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് അബ്സോർബ് ആവും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു കോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 കോട്ട് ഇടുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഡാർക്ക് സർക്കിളിന് സാധാരണ നമ്മൾ ചില പാക്സ് ഒന്നും നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഏരിയയിൽ ഇടില്ല, അണ്ടർ ഐ ഏരിയയിൽ ഇടില്ല. കാരണം സെൻസിറ്റീവ് ആയതുകൊണ്ടും വളരെ നേരത്തെ സ്കിൻ ആയതുകൊണ്ടും. പക്ഷേ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പാക്ക് തുടയ്ക്കണം. കാരണം ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ കണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം നിങ്ങൾക്ക് കുറച്ചധികം സമയം വെക്കുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം നിങ്ങൾക്ക് നേരത്തെ വൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡാർക്ക് സർക്കിളിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കാരണം അതിനകത്ത് വിറ്റമിൻ ഇ കൂടി ഉള്ളതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് ഡ്രൈ ആയിട്ട് ഒരു കോട്ടും കൂടി ഇടും. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. കാരണം ഫാനിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടാതെ ഈ പൗഡറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ അങ്ങനെ ഡ്രൈ നമ്മുടെ സ്കിന്നിന് ആഫ്റ്റർ നമ്മളിത് റിമൂവ് ചെയ്തതിന് ശേഷം സ്കിന്ന് ഡ്രൈ ആവില്ല. കാരണം ഇതിനകത്ത് വിറ്റമിൻ ഇ ഓയിലും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുന്നേ ഡ്രൈ ആവും. അപ്പോൾ ഞാനിത് ശരിക്കും നമ്മളിതൊന്ന് നനച്ചതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത് കഴുകിക്കളയാം. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ നനച്ച് വൈപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നെറ്റിയിലുള്ള ഭാഗത്തൊക്കെ കുറച്ച് നന്നായിട്ട് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ആവാൻ നിൽക്കണ്ട. കുറച്ച് ഒരു പകുതി ഉണങ്ങിയ ശേഷം അപ്പം തന്നെ കഴുകിക്കളയാം കേട്ടോ. അല്ലെങ്കിൽ ഇത് തുടച്ചെടുക്കാൻ നനച്ചാൽ മതി. നനച്ചതിന് ശേഷം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വെള്ളം ആക്കി കഴുകിക്കളഞ്ഞാൽ പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ സ്കിന്നിൽ നിന്ന് തുടച്ചെടുക്കാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. പാക്ക് ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിറ്റമിൻ ഇ ഓയിൽ ഉള്ളതുകൊണ്ടാണ് മേലെ ഇങ്ങനെ ഒരു ചെറിയ കളറ് കാണുന്നത്. അത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ സ്കിന്നിലോട്ടാവുമ്പോൾ സ്കിന്നിലത്തെ ചൂട് തട്ടിയിട്ട് അതങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ട് ഫേസിൽ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവുന്ന വരെ ചെറിയൊരു മസാജ് കൊടുക്കാം. ഇനി മസാജ് ഇല്ല, നിങ്ങൾ സാധാരണ ക്രീം ഇടുന്ന ആ ഒരു വേലയിൽ കൂടി ഇട്ടാലും മതി. അതിനുശേഷം ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നൈറ്റാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ സ്കിന്നിൽ. അല്ലെങ്കിൽ നമ്മൾ പകലാണ് ഈ പാക്ക് ഇടുന്നതെങ്കിൽ ഇതിന് ശേഷം വെയിൽ കൊള്ളണ്ട. അത് നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഫേസ് പാക്ക് വീക്കിലി വൺസ് മതി. സ്കിന്നിൽ നമ്മൾ അമർത്തി തേച്ച് പിടിപ്പിക്കേണ്ട. കാരണം ഇപ്പം നമ്മളൊരു പാക്ക് ഇട്ടതേ ഉള്ളൂ. സ്കിന്നിനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട. പതിയെ ആ ക്രീം സ്കിന്നിലേക്ക് തേച്ച് കൊടുക്കുക. കുറച്ച് വാട്ടറിങ് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആയിക്കോളും. സ്കിന്നിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ച് വരും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്